ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതുതായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിന്ന് പുതിയൊരു റിബൺസ് കൊണ്ടുള്ള ഒരു ബോ ഉണ്ടാക്കി നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതുമായ ഒരു ബോ ആണ് കേട്ടോ. ഇത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ബോ ആണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഞാനപ്പോൾ എലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ടെണ്ണം മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറും ഒരു പിങ്ക് കളറും മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് വേറൊരു ബോ നമുക്ക് മേക്ക് ചെയ്ത് നോക്കാം. യെല്ലോ കളറിൻ്റെ മുകളിൽ പിങ്ക് ഫ്ലവേഴ്സ് വരുന്ന ഒരു റിബണാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഗ്രോസ് ഗ്രെയിൻ റിബണാണേ. അപ്പോൾ 19 ഇഞ്ച് ഇതിന് സൈസ് വന്നിട്ട് 19 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു മീഡിയം സൈസുള്ള ബോ ആയിട്ടാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസ് കൂട്ടാം. ചെറുതാക്കണമെങ്കിൽ ഒരു 15 സെൻറ്റിമീറ്റർ അതായത് 15 ഇഞ്ചിലൊക്കെ കട്ട് ചെയ്താൽ മതി. ചെറുതാകുമ്പോൾ അത്ര തന്നെ ഭംഗി കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ആ ടെയിൽ വരുമ്പോൾ കുറച്ചും കൂടി ലെങ്ത്തിലായിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഒരു 19 ഇഞ്ചിലാണ് ഇത് കട്ട് ചെയ്ത് ചെയ്യുന്നത്. ഇനി രണ്ട് വശങ്ങളൊന്ന് ഉരുക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് 2 ഫിംഗേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഈ കുറച്ച് പുറത്തോട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ടെയിലിന് ഏകദേശം ഒരു 2.5 ഇഞ്ചിലൊക്കെ എടുത്താൽ മതി. എന്നിട്ട് ഇതേ നമുക്ക് ഇതുപോലെ ഒന്ന് ഈ ചെയ്യുന്നത് നോക്കിയിട്ട് ചെയ്താൽ മതി നിങ്ങൾ. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് ആ ഒരു ടെയിലിനെ പുറത്തോട്ട് എടുത്തിട്ട് ഒന്ന് ടൈ ചെയ്ത് വെക്കണം ഇവിടെ. അപ്പോൾ ആ ഒരു ലെങ്ത് രണ്ടും കറക്റ്റാക്കി വെക്കാം. ഇനി ലെങ്ത് കൂട്ടിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ടെടുക്കാം. ഇനി നമുക്കിത് കയ്യിൽ നിന്ന് പതുക്കെ ഒന്ന് ഇളക്കി മാറ്റണം. ഇളക്കി മാറ്റിക്കുമ്പോൾ പതുക്കെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ആ രണ്ട് ഭാഗത്തും വരുന്നതിൻ്റെ സൈസ് മാറിപ്പോവും. അതുകൊണ്ട് പതുക്കെ ഒന്ന് വലിച്ചെടുത്താൽ മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വരുന്ന 2 ടെയിലും ഞാൻ കുറച്ച് ഒന്ന് ചെറുതും ഒന്ന് വലുതായിട്ടാണ് ഇരിക്കുന്നത്. ഞാനതിപ്പോൾ അങ്ങനെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി അതിൻ്റെ എൻഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ലെങ്ത്തിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് സൈസിൽ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു ബോ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബോവിൻ്റെ ടെയിലിനെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ 2 ടെയിലും ഒന്ന് ഇതുപോലെ ഒന്ന് കോൺ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലൈറ്റർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉരുക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ കാണുമ്പോൾ ചെറിയൊരു ബട്ടർഫ്ലൈ പോലെയുണ്ട്. നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ആക്സസറിയാണ് കേട്ടോ ഇത്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇത്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്രീം കളറിൽ എടുത്തിരിക്കുന്ന ബോ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഈ 2 ബട്ടർഫ്ലൈനെയും ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 2 ടെയിൽ ഭാഗത്തോട്ടായിട്ട് ഈ ഒരു ടൈലും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ യെല്ലോ കളറിൽ കാര്യമായിട്ട് വർക്കൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഓൾറെഡി നല്ല ഫ്ലവേഴ്സൊക്കെയുള്ള ഡിസൈനാണല്ലോ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തോട്ട് കൂടി ഞാൻ ചെറിയൊരു ബട്ടണും കൂടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു റാബിറ്റിൻ്റെ ഒരു ബട്ടൺ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ബട്ടൺ കൂടി വരുമ്പം കുറച്ചുകൂടി ക്യൂട്ടായി, കുറച്ചധികം ക്യൂട്ടായതുപോലെ തോന്നുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള ചെറിയ റാബിറ്റിനെയും അങ്ങനെയുള്ള ഷേപ്സൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അവർ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടും ഇങ്ങനെയുള്ള ഷേപ്സൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ മുകളിലോട് കൂടി ഞാനൊന്ന് ഈ ഒരു പിങ്ക് ഷേപ്പിലുള്ള ഒരു ലൈറ്റ് പിങ്ക് ഷേപ്പിലുള്ള റാബിറ്റിനെ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നും ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് കൂടി വരുമ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ നല്ല ഭംഗി കിട്ടുന്നുണ്ടല്ലോ കാണാൻ. ഇങ്ങനെയൊരു സിമ്പിളാണ്, എന്നാലും ചെറിയൊരു റാബിറ്റ് കൂടി വരുമ്പോൾ സൂപ്പറായിട്ടുണ്ട്. നമുക്ക് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ബോ ആണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ മേക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ബോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ പിറകിലൊരു അലിഗേറ്റർ ക്ലിപ്പ് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം. നമുക്ക് കൂടുതലും ഹെയർ ആക്സസ് ഈ ഒരു ഐറ്റം നമുക്ക് ക്ലിപ്പിൽ ചെയ്യുന്നതായിരിക്കും ഭംഗി. ഹെയർ ബാൻഡിൽ അത്ര തന്നെ ഒരു ഭംഗി കിട്ടത്തില്ല എന്ന് തോന്നുന്നു. അപ്പോൾ കൂടുതലും ക്ലിപ്പിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലുള്ള ചെറിയ ബട്ടണൊക്കെ വെച്ചിട്ട്
നോക്കിയിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഇഷ്ടപ്പെടും, അവർ യൂസ് ചെയ്തോളും. അപ്പോൾ സെൻറ്ററിൽ ഇങ്ങനെ ചെറിയ ബട്ടർഫ്ലൈയോ അല്ലെങ്കിൽ യൂണിക്കോണോ അങ്ങനെയുള്ള ഷേപ്സ്, നല്ല ക്യൂട്ടായിട്ടുള്ള ഷേപ്സൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾ ഇഷ്ടപ്പെടും ഉപയോഗിക്കാൻ. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ചെറിയൊരു ചിലവിൽ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലുള്ള ഐറ്റംസൊക്കെ മേക്ക് ചെയ്തിട്ട് ബിഗിനേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് സെയിൽ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും എപ്പോഴത്തെയും പോലെ ഒന്ന് എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ, യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, താങ്ക് യു.